വാർത്താരംഭം തുടരുന്നു. കട്ടപ്പന ഇരട്ട കൊലപാതക കേസിലെ മുഖ്യപ്രതി നിതീഷിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. കേസിലെ മറ്റ് പ്രതികളായ വിഷ്ണു വിജയനെയും സുമയെയും കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമാകും തുടർ ചോദ്യം ചെയ്യൽ നടക്കുക. വിഷ്ണു വിജയൻ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകുക. പ്രിൻസ്, കട്ടപ്പനയെ ഞെട്ടിച്ച ഒരു ഇരട്ട കൊലപാതകമായിരുന്നു നടന്നത്. ഈ കേസ് ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? അന്വേഷണം കട്ടപ്പന ഇരട്ടക്കൊല കേസിൽ വിജയന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താനായെങ്കിലും ഇതുവരെയും കുട്ടിയുടെ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്താനായിട്ടില്ല. പ്രതിയായ നിതീഷ് പറഞ്ഞ മുൻപ് ഇവർ താമസിച്ചിരുന്ന കട്ടപ്പന സാഗര ജംഗ്ഷനിലെ വീട്ടിന് സമീപമുള്ള തൊഴുത്തിൽ 2 ദിവസം പരിശോധന നടത്തിയെങ്കിലും അവശിഷ്ടം കണ്ടെത്താനായില്ല. പിന്നീട് നിതീഷ് മൊഴി മാറ്റി പറഞ്ഞിരുന്നു. കുട്ടിയുടെ മൃതദേഹം ഇവിടുന്ന് എടുത്തു മാറ്റിയെന്നും പിന്നെ വിജയൻ ഇത് പ്ലാസ്റ്റിക് കവറിലാക്കി കൊണ്ടുപോയെന്നും പിന്നീട് അത് കത്തിച്ച ശേഷം ഇടുക്കി ജലാശയത്തിൽ ഒഴുക്കിയെന്നുമൊക്കെയുള്ള മൊഴിമാറ്റം ഇയാൾ നടത്തിയിട്ടുണ്ട്. അത് പോലീസിന്റെ അന്വേഷണത്തിനെ കുഴയ്ക്കുന്നുണ്ട്. ഈ സംഭവത്തിൽ കൂടുതൽ വ്യക്തത വരണമെങ്കിൽ, ഈ കേസ് കൂടുതൽ വ്യക്തത കൈവരണമെങ്കിൽ മറ്റു പ്രതികളായ വിഷ്ണുവിനെയും സുമയെയും കൂടി ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ മുൻപോട്ട് പോകാൻ സാധിക്കൂ എന്നുള്ള നിഗമനത്തിലാണ് പോലീസ്. എന്നാൽ നിലവിൽ മോഷണ കേസിൽ ജയിലിൽ കഴിയുന്ന വിഷ്ണു ഇപ്പോൾ പീരുമേടിലെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇയാൾ തിരിച്ച് ആശുപത്രിയിൽ നിന്ന് തിരിച്ച് സബ് ജയിലിലേക്ക് മാറ്റിയ ശേഷമാകും വീണ്ടും പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ വിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷ നൽകുക. അതിനുശേഷമാകും തുടർ ചോദ്യം ചെയ്യലുണ്ടാവുക. മൂവരെയും ഇരുത്തിയും അല്ലാതെയുമുള്ള ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ കൂടുതൽ വ്യക്തത കൈവരിക്കാനാവൂ എന്നാണ് പോലീസ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ ഇന്ന് കസ്റ്റഡി കാലാവധി നീട്ടിക്കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിതീഷിന്റെ കസ്റ്റഡി കാലാവധി നീട്ടിക്കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധ്യത കുറവാണ്. എന്തായാലും മറ്റ് പ്രതികളെ കൂടി കസ്റ്റഡിയെടുത്ത ശേഷമായിരിക്കും കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യൽ ഉണ്ടാവുക. ശരി, പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്.